Hello everyone, welcome to Q3 World. ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കേക്കുകളിൽ വെച്ച് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കുൽഫി കേക്ക്. അപ്പോൾ ഈ ഒരു കുൽഫി കേക്ക് നമുക്ക് പെട്ടെന്നൊന്ന് ചെയ്തെടുത്താലോ? നമ്മൾ ഈ കേക്കിന് ബേസിക് ആയിട്ടുള്ള വാനില സ്പോഞ്ച് കേക്ക് തന്നെയാണ് ഉണ്ടാക്കുന്നത്. 1 കിലോ വെയിറ്റ് വരുന്ന ഒരു വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് 4 എഗ്ഗാണ്. അപ്പോൾ 4 മുട്ടയൊന്ന് നന്നായി ബീറ്റ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. പഞ്ചസാര പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് നന്നായി ബീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്പൂണ് വാനില എസൻസ് കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നന്നായി ഒരു 5 മുതൽ ഒരു 6 മിനിറ്റ് വരെ ബീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ നല്ല യെല്ലോ കളറിൽ നിന്നും ചേഞ്ചായി ഒരു വൈറ്റ് കളറായിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കൊരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള 1 കപ്പ് മൈദയും 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും നമ്മൾ ഓൾറെഡി സീവ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഓരോരോ ബാച്ചസായി കുറേശ്ശെ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയം നമുക്ക് നമ്മുടെ ബീറ്ററിൻ്റെ സ്പീഡൊന്ന് കുറച്ച് സ്ലോയിലാക്കി കൊടുക്കാം. നന്നാക്കി ഒന്ന് ബ്ലെൻഡ് ആക്കിയതിന് ശേഷം ഒരു സ്പാറ്റുല വെച്ച് നന്നായി ഫോൾഡ് ചെയ്ത് ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ എത്തുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനൊരു 8 ഇഞ്ചിൻ്റെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ട്രാൻസ്ഫർ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് പാലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് നമുക്ക് ബാറ്റർ കിട്ടിയിട്ടുള്ളത്. നമ്മളിത് സ്റ്റൗ ടോപ്പിലാണ് ബേക്ക് ചെയ്യുന്നത്. അതിനായിട്ട് ഇതേപോലെ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് നമുക്കൊരു 30 മിനിറ്റ് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. കേക്ക് ബേക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്ക് കേക്കിൻ്റെ മെയിനായിട്ടുള്ള കുൽഫി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫ്ലേവർ ഉണ്ടാക്കിയെടുക്കാം. നമുക്കിതിനായിട്ട് ഒരു പാക്കറ്റ് പാൽ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു പാക്കറ്റ് പാലിൽ നിന്നും ഞാനൊരു ഗ്ലാസ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് കസ്റ്റർഡ് പൗഡറും 1/4 കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല തണുത്ത പാൽ, ഒരു ഗ്ലാസ് തണുത്ത പാൽ ഒഴിച്ച് ഇത് മാത്രം ഒന്ന് നന്നാക്കി മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. റൂം ടെമ്പറേച്ചറിലുള്ള പാലായാലും മതി. അപ്പോൾ ഇത് നന്നാക്കി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ല കട്ടയൊന്നും ഇല്ലാതെ നല്ലൊരു വിസ്ക് വെച്ചിട്ട് നമുക്കിത് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്ത് കമ്പൈൻ ആക്കിയെടുക്കാം. അപ്പോൾ കസ്റ്റർഡ് പൗഡറും മൈദയും ഒക്കെ നല്ല പാലിൽ നന്നായിട്ടൊന്ന് കമ്പൈൻ ആയിട്ടുണ്ട്. ഒരു തരി പോലും ഉണ്ടാവാൻ പാടില്ല. നല്ല സ്മൂത്തായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഒരു പാക്കറ്റിൽ നിന്ന് ബാക്കിയുള്ള പാൽ നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കണം. അതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്കിന് നമുക്ക് നല്ല മധുരം ആവശ്യമാണ്. അപ്പോൾ ഒരു മധുരം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ പാൽ നന്നായിട്ടൊന്ന് വെട്ടിത്തെളിച്ച് ഒന്ന് കുറുകി വരണം. അപ്പോൾ കുറച്ച് അധികം നേരം തന്നെ നമുക്കിത് അടുപ്പത്ത് വെച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. ഇതിലേക്ക് പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് ഏലക്കായയുടെ കുരു ചതച്ചിട്ടതാണ്. അപ്പോൾ ഒരു ഫ്ലേവർ കിട്ടാൻ ഇത് നമുക്ക് നിർബന്ധമാണ്. പിന്നീട് ചേർക്കുന്നത് ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ ഇതും നമുക്ക് നല്ല ടേസ്റ്റിന് നമ്മളെ ഫ്ലേവറിന് അത്യാവശ്യമാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന കേക്കിനേക്കാളും കുറച്ച് അധികം ഇൻഗ്രീഡിയൻസ് ഇതിലുണ്ട്. പക്ഷേ നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വേഗം പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച കസ്റ്റർഡിൻ്റെയും മൈദയുടെയും മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ സമയത്ത് നമുക്ക് ഒന്ന് ഫ്ലെയിം ഒന്ന് സിമ്മാക്കി വെക്കണം. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. ഇതേപോലുള്ളൊരു നോൺ സ്റ്റിക്ക് പാത്രമോ ചൂട് കട്ടിയുള്ള ഒരു പാത്രമോ നമ്മൾ ഇതിനായിട്ട് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കുക. നന്നാക്കി മിക്സാക്കി കഴിഞ്ഞാൽ നമുക്കിത് ചൂടാറാനായിട്ട് വെക്കാം. ഒരു 35 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്നൊരു 3 ലെയറാക്കി മുറിച്ച് മാറ്റി വെക്കാം. പിന്നീട് ഞാൻ എടുത്തത് ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതാണ്. ഇതിൻ്റെ ഒന്നും വീഡിയോ കാണിക്കാത്തത് വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് സാധാരണ നമ്മൾ ക്രീം ബീറ്റ് ചെയ്യുന്നത് പോലെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാം. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കസ്റ്റർഡ് ഒരു 2-3 ടേബിൾ സ്പൂണ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ മിക്സാക്കി എടുക്കാം. നല്ലവണ്ണം ചൂടാറിയ കസ്റ്റർഡ് മിക്സാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ചൂടുള്ളതാണെങ്കിൽ നമ്മുടെ ക്രീം കൂടെ മെൽറ്റായി പോകും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായി നമ്മൾ റെഡിയാക്കേണ്ടത് കേക്കിനുള്ള ഫില്ലിംഗ് ആണ്. അതായത് നമ്മുടെ ഈ കസ്റ്റർഡ് മിക്സ് ചൂടാറുന്തോറും അത് തിക്കായി വരും. അപ്പോൾ അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 2-3 സ്പൂണ് പാലിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് ഈ ഒരു മിക്സിലേക്ക് ഇട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ലൂസായി കിട്ടും. അപ്പോൾ നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ നട്ട്സ് മിക്സാക്കി ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. മെയിനായിട്ട് പിസ്ത ഉണ്ടെങ്കിൽ പിസ്തയാണ് ഏറ്റവും നല്ലത്. പിസ്ത, ബദാം, കാഷ്യൂ, നമ്മുടെ കയ്യിലുള്ള നട്ട്സൊക്കെ ചെറുതാക്കി ചോപ്പ് ചെയ്ത് ഇതിലേക്ക് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ കേക്കിൻ്റെ ഫില്ലിങ്ങിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം.
ഈ ഒരു 10 ഇഞ്ചിൻ്റെ ബേസ് ബോർഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച വിപ്പിംഗ് ക്രീം കുറച്ച് വെച്ച് കൊടുത്ത് നമ്മൾ സാധാ എല്ലാ കേക്കും ലെയർ ചെയ്യുന്നത് പോലെ ലെയർ ചെയ്യാം. കുൽഫി കേക്കിൻ്റെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ വെള്ളവും പഞ്ചസാരവും തിളപ്പിക്കുന്നത് കൂടെ ഒരു 2-3 ഏലക്കായ കൂടെ ഇട്ട് തിളപ്പിച്ചിട്ടാണ് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ആ ഷുഗർ സിറപ്പ് ഇട്ട് സോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫില്ലിങ്ങിലെ ഹാഫ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ലെയറിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഈ കസ്റ്റർഡ് മിക്സിലേക്ക് ഇട്ട നട്ട്സിൻ്റെ ഫില്ലിങ് നമുക്കിതിലേക്ക് ഒന്ന് ഹാഫ് നന്നായിട്ടൊന്ന് വെച്ച് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കേക്കിൻ്റെ കൂടെ ഈ ഫ്ലേവേർഡ് ആയിട്ടുള്ള നട്ട്സൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. കുറച്ചൊരു ടൈം എടുത്ത് ചെയ്യേണ്ട കേക്കാണ്, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ്. എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു കേക്കാണ് ഇത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്തു, ഷുഗർ സിറപ്പ് ഒന്ന് സോക്ക് ചെയ്ത് കൊടുത്തു, പിന്നീട് ക്രീം വെച്ച് കൊടുത്ത് നമ്മുടെ ബാക്കിയുള്ള ഫില്ലിങ്ങും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ആ രണ്ടാമത്തെ ലെയറിലും നമ്മുടെ ഈ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്ത് നമുക്ക് മൂന്നാമത്തെ ലെയറും കൂടെ വെച്ച് കൊടുക്കാം. കേക്കൊന്ന് ക്രം കോട്ട് ചെയ്ത് ഒരു ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഒരു ഫൈനൽ കോട്ടും കൂടെ ചെയ്ത് നന്നാക്കി ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വേണ്ടി വെക്കാം. ഇത് ഈ ഫ്രിഡ്ജിലൊന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഒഴിക്കാനുള്ള ഒരു ഗണാഷും കൂടെ പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ ബാക്കിയുള്ള ആ കസ്റ്റർഡ് മിക്സ് ഒന്ന് കുറച്ചൊന്ന് എടുത്ത് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ട് നന്നാക്കി ഒന്ന് ഫൈനാക്കി മിക്സാക്കി എടുക്കാം. ഇതൊന്ന് നമുക്കൊരു അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കണം. നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു പേസ്റ്റ് പോലെ നമുക്കിത് കിട്ടും. ചോക്ലേറ്റൊക്കെ മെൽറ്റാക്കുന്നത് പോലത്തെ നല്ലൊരു ഫൈൻ പേസ്റ്റ് ആയിട്ടായിരിക്കും ഇതുണ്ടായിരിക്കുക. ഞാനൊരു 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റും 1/4 കപ്പ് പാലും കൂടെ ഡബിൾ ബോയിൽ ചെയ്ത് വെച്ചതാണിത്. അതിലേക്ക് നമുക്ക് ഈ മിക്സ് ഒന്ന് ഇട്ട് കൊടുത്ത് നന്നാക്കി മിക്സാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ മേലെ ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റിൻ്റെയും പിന്നെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും കസ്റ്റർഡിൻ്റെയൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു ഫ്ലേവർഡ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഇത്. ഈ ഒരു മിക്സ് തന്നെ നല്ലൊരു ടേസ്റ്റിയാണ്. നമുക്കൊരു 100% ആയിട്ടും ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് കസ്റ്റമറിനോ പറയാൻ പറ്റിയ ഒരു കേക്കാണിത്. 900,000 ഒക്കെയാണ് ഇതിന് റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇടുന്ന നട്ട്സിനൊക്കെ അനുസരിച്ച് നമുക്ക് റേറ്റ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ കൂടുതലൊക്കെ റിച്ച് ആയി കൊടുക്കുകയാണെങ്കിൽ ഇതിലും കൂടുതൽ നമുക്ക് റേറ്റ് വാങ്ങാം. അപ്പോൾ ഇതിൻ്റെ മേലെയും കൂടെ ഞാൻ കുറച്ച് നേരത്തെ മാറ്റി വെച്ച നട്ട്സ് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബദാമും പിസ്തയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് മേലെയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു കേക്കിന് കൂടുതൽ ഡെക്കറേഷൻ്റെ ആവശ്യമില്ല. ഈ ഒരു സിമ്പിളായിട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേക സ്റ്റൈലുമാണ്, പ്രത്യേക ടേസ്റ്റുമാണ്. ഞാനൊരു കുറച്ച് റോസ് പെറ്റൽസും കൂടെ ഇതിനൊരു ഫ്ലേവർ ഒരു സ്മെല്ല് അതിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ടൊരു റോസ് പെറ്റൽസും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കൊന്ന് സമയമുണ്ടെങ്കിലൊക്കെ ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നന്നായി തണുത്ത് സെറ്റായതിന് ശേഷം മാത്രം അത് കഴിക്കാൻ നോക്കാം. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.